ഇത് നമ്മൾ നോർമൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന GI ഷീറ്റ് പോലെ മഴ പെയ്യുമ്പം പടപട ശബ്ദം വരുന്ന കാർ പോർച്ച് അല്ല. സിംഗിൾ പോസ്റ്റിലാണ് ഈ ഒരു കാർ പോർച്ച് മൊത്തം സപ്പോർട്ട് ചെയ്യുന്നത്. നോക്കൂ, ഈ ഒരു ലെഗിൻ്റെ മുകളിലാണ് കാർ പോർച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. സ്ഥല സൗകര്യങ്ങൾ കുറവുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് കാറില്ലാത്ത സമയത്ത് മുറ്റമായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ശരിക്കും ഇതിനെന്ത് കോസ്റ്റ് വരും? ഇങ്ങനെ ഒരു കാർ പോർച്ച് അടിക്കണമെങ്കിൽ എങ്ങനെയാണ് കോസ്റ്റ് പറയാം? ഈ ഫാബ്രിക് കീറിപ്പോവോ? തേങ്ങയൊക്കെ വീഴാണെങ്കിലൊക്കെ ഫാബ്രിക് കീറിപ്പോവാനുള്ള സാധ്യതയില്ല. കാരണം തേങ്ങയൊക്കെ വീഴാറുണ്ട്. പക്ഷേ 1-2 തേങ്ങ വീണെന്ന് കേട്ടിട്ട് അതിൽ ഒന്നും സംഭവിക്കില്ല. വാറണ്ടി തരുന്നുണ്ടോ നിങ്ങൾ? 10 വർഷം വാറണ്ടി നമ്മൾ ഓൾറെഡി ഫാബ്രിക്കിന് കൊടുക്കുന്നുണ്ട്. ലീക്ക് വന്നു കഴിഞ്ഞാൽ വാറണ്ടിയിൽ കവർ ആവും? തീർച്ചയായിട്ടും. നിങ്ങൾ വന്ന സമയത്തോടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ നല്ല വെയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടും ഇതിന്റെ ഉള്ളിലോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കാറ്റൊക്കെ പിടിക്കുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ ഇളകുവോ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നമസ്കാരം. പുതിയൊരു വീട് വെക്കുന്ന എല്ലാ ആളുകളും ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഏറ്റവും പുതിയ വീടുകൾ വരുന്ന ഒരു ചാനലാണ് മൈ ബെറ്റർ ഹോം. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പുതിയ വീടുകൾക്കൊന്നും ഇപ്പോൾ കോൺക്രീറ്റ് കാർ പോർച്ചുകൾ ചെയ്യാറില്ല. പകരം ഇതേപോലെയുള്ള റെഡിമെയ്ഡ് കാർ പോർച്ചുകളാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ കോൺക്രീറ്റ് കാർ പോർച്ചുകൾ ഇപ്പോൾ ചെയ്യാത്തത്? പകരം ഇതേപോലത്തെ റെഡിമെയ്ഡ് കാർ പോർച്ചുകൾ ചെയ്യുന്നത്? ഈ ഒരു കാർ പോർച്ചിൻ്റെ പേര് ടെൻസൈൽ റൂഫിംഗ് കാർ പോർച്ച് എന്നാണ്. ഈ കാർ പോർച്ചിന് ഏകദേശം എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? ഇത് നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് വീടിൻ്റെ ആംബിയൻസ് ഒട്ടും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്ന കാർ പോർച്ചാണ്. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജസും അതേപോലെ ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണ്, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സോ മുറ്റത്ത് സ്ഥലം കുറവുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇതേപോലെ നിങ്ങൾക്ക് പില്ലറുകളൊന്നും ഇല്ലാത്ത കാർ പോർച്ചാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, മാത്രമല്ല നിങ്ങളുടെ വീടിൻ്റെ ആംബിയൻസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വൈറ്റ് ക്യൂട്ട് കാർ പോർച്ചാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ കൊളപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ വീട്ടിൽ കാർ പോർച്ച് ചെയ്തിരിക്കുന്നത് 6x6 സൈസിലാണ്. 6 മീറ്റർ നീളവും 6 മീറ്റർ വീതിയും വരുന്ന തരത്തിലാണ്. ഇവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റയാണ്. അത്യാവശ്യം ലെങ്ത്ത് വരുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ് ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്നത്. 4.73 ആണ് അതിന് ലെങ്ത്ത് വരുന്നത്, 1.83 ആണ് അതിന് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ 2 കാറുകൾ നിർത്താനുള്ള സ്പേസ് ഉള്ള കാർ പോർച്ചാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു കാറും അതേപോലെ 2 സ്കൂട്ടറും നിർത്താനുള്ളൊരു സ്പേസ് ഇത്തരത്തിലുള്ളൊരു കാർ പോർച്ചിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ഒരു കാർ പോർച്ചിൻ്റെ പേര് മറക്കണ്ട. ഈ കാർ പോർച്ചിൻ്റെ പേരെന്ന് വെച്ചാൽ ടെൻസൈൽ റൂഫിംഗ് കാർ പോർച്ച് എന്നാണ് ഇതിനെ പറയുക. ആ ഒരു പേര് വരാനുണ്ടായ കാരണം ഇതിൽ ഉപയോഗിക്കുന്ന റൂഫിംഗ് ഷീറ്റാണ്. ഇത് നമ്മൾ നോർമൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന GI ഷീറ്റ് പോലെ മഴ പെയ്യുമ്പം പടപട ശബ്ദം വരുന്ന കാർ പോർച്ചല്ല. പകരം മഴ പെയ്ത സമയത്തും വളരെ കുറഞ്ഞ ശബ്ദം മാത്രം വരുന്ന ഒരു ഫാബ്രിക്കാണിത്. അപ്പോൾ ഫാബ്രിക്കിൻ്റെ മുകളിൽ വെള്ളം വീഴുമ്പോൾ ഏത് സൗണ്ടാണോ കേൾക്കുക, ആ ഒരു ശബ്ദം മാത്രമേ ഇതിൻ്റെ മുകളിൽ വെള്ളം ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. ഈ ഫാബ്രിക്കിൻ്റെ പേരാണ് ടെൻസൈൽ ഫാബ്രിക്. അതുകൊണ്ട് തന്നെയാണ് ഈ കാർ പോർച്ചിനെ ടെൻസൈൽ റൂഫിംഗ് കാർ പോർച്ച് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മെറ്റീരിയൽസ് ആണുള്ളത്. ഒന്ന് ഈ ഒരു ഫാബ്രിക് തന്നെയാണ്, അതിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തത് ഇതിൻ്റെ സ്ട്രക്ചർ വർക്കാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്ന സമയത്ത് കാർ പോർച്ചിൻ്റെ ഡിസൈൻ, അതിൻ്റെ സ്പാൻ എന്ന് വെച്ചാൽ കാർ പോർച്ചിൻ്റെ സൈസ് എത്രയാണ് വരുന്നത് എന്നുള്ളത്, പിന്നെ അതെവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു സിംഗിൾ പോസ്റ്റിലാണ് ഈ ഒരു കാർ പോർച്ച് മൊത്തം സപ്പോർട്ട് ചെയ്യുന്നത്. നോക്കൂ, ഈ ഒരു ലെഗിൻ്റെ മുകളിലാണ് കാർ പോർച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. വേറെ ഒരു പില്ലറും ഇതിന് നൽകിയിട്ടില്ല. അതുകൊണ്ടുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാർ പോർച്ച് സ്പേസ് വളരെ കുറവാണെങ്കിൽ, നിങ്ങളുടെ മുറ്റത്ത് സ്ഥലം വളരെ കുറവാണെങ്കിൽ ഇവിടെ ഒരു പില്ലർ വരില്ല, ഈ ഭാഗത്ത് ഒരു പില്ലർ വരില്ല. ആകെ ഒരു പില്ലർ ബാക്ക് സൈഡിൽ മാത്രമേ വരുള്ളൂ. അത് കോമ്പൗണ്ട് വാളിൻ്റെ സൈഡിലേക്കാണ് വരുന്നത്. ബാക്കിയുള്ള സ്പേസ് ഒക്കെ നമുക്ക് കാർ പോർച്ചായിട്ട് യൂസ് ചെയ്യാം. കാർ ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് അതൊരു മുറ്റമായിട്ട് യൂസ് ചെയ്യാം. നല്ല തണലുള്ള ഒരു ഏരിയ മുറ്റത്ത് ലഭിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തത് ഈ ഒരു കാർ പോർച്ചിൻ്റെ ഭംഗിയാണ്. മറ്റ് കാർ പോർച്ചുകളെ അപേക്ഷിച്ച് ഈ കാർ പോർച്ച് കാണാൻ നല്ല ഭംഗിയാണ് എന്നുള്ളതാണ് ആളുകൾ കൂടുതലായിട്ടും ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം. വൈറ്റ് കളറിലാണ് പ്രധാനമായിട്ടും ഇത് കണ്ടുവരിക. എന്നാൽ പല കളർ ഷെയ്ഡുകൾ അവൈലബിൾ ഉണ്ട്. പക്ഷേ നമ്മളെ വീടിനോട് മാച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവുക വൈറ്റ് കളർ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന ആളുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ കാർ പോർച്ചിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞറിയുമ്പോഴാണ് കുറേ കൂടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാനുണ്ട്. കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിക്കാം. ഇവരാണ് ഈ കാർ പോർച്ച് ഇവിടെ പണിത് നൽകിയിട്ടുള്ളത്. നമസ്കാരം. നമസ്കാരം സാർ. നിങ്ങളുടെ കമ്പനിയെയും നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. ഓക്കെ, എൻ്റെ പേര് ഹസീബ്. സ്റ്റാറ്റസ് റൂഫിങ്ങിൻ്റെ ഞങ്ങളുടെ കമ്പനിയുടെ പേര് സ്റ്റാറ്റസ് റൂഫിംഗ് എന്നാണ്. അതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്.
നിങ്ങൾ കുറെ പേരുണ്ടോ ഡയറക്ടേഴ്സ്? 3 ഡയറക്ടേഴ്സാണ് വരുന്നത്. മഞ്ചേരിക്കാരാണല്ലേ നിങ്ങൾ? മഞ്ചേരിയാണ്. കേരളത്തിൽ എവിടെയൊക്കെയാണ് നിങ്ങളുടെ വർക്ക് സേവനങ്ങളൊക്കെ ലഭിക്കുക? ഓൾ കേരള, അക്രോസ് കേരള എല്ലാ ജില്ലകളിലും ഇപ്പോൾ നമ്മളെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തെക്കൻ കേരള ആണെങ്കിലും വടക്കൻ കേരള ആണെങ്കിലും എല്ലാം ഒരേപോലെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവര് ടെൻസൈൽ റൂഫിംഗ് പരിപാടികളാണ് ചെയ്യുന്നത്. അത് കാർ പോർച്ചുകൾ മാത്രമല്ല അല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്? ടെൻസൈൽ വെച്ചിട്ടുള്ള വെറൈറ്റി ഓഫ് പർപ്പസിലുള്ള ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓഡിറ്റോറിയങ്ങൾ, വലിയ വലിയ ഓഡിറ്റോറിയങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് 15,000-20,000 സ്ക്വയർ ഫീറ്റിലേക്ക് അടുത്ത് വരുന്ന വലിയ ഫാബ്രിക് വെച്ച് ചെയ്യാൻ പറ്റും വലിയ ഓഡിറ്റോറിയങ്ങൾ, AC പർപ്പസ് ഉള്ളതും ഓപ്പൺ ആയിട്ടുള്ള ഓഡിറ്റോറിയംസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ സിറ്റൗട്ടിലേക്ക് വെള്ളം വീഴുന്ന രൂപത്തിലുള്ള പ്രോബ്ലംസ് കസ്റ്റമേഴ്സിന് കനോപ്പീസ് കൊടുക്കാൻ പറ്റും. അതെ അതെ അതെ. ഈ വീടിന്റെ ഒരു ലുക്കിനെ ബാധിക്കാതെ ചെയ്യാന്നുള്ളതാണല്ലോ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതെ അതെ അതെ. അപ്പോൾ ഒരു വീടിന് ഒരുപാട് ക്യാഷ് ചെലവാക്കി അതിന്റെ മുന്നിൽ ഒരു സൺഷെയ്ഡ് ചെയ്യുമ്പോൾ അതിന്റെ ലുക്ക് മൊത്തം പോകുന്നൊരു രൂപമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ടെൻസൈൽ. ഈ ടെൻസൈൽ എന്ന് പറയുന്നത് അല്ലേ, ഈ ടെൻസൈലിന്റെ വിഷയത്തിലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെൻസൈൽ ഫാബ്രിക് ആണ്. അതെ. നിങ്ങളെ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി, അതിന്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് പറയാൻ പറ്റും? നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 800 GSM ബ്ലാക്ക് കോട്ട് ഫാബ്രിക് ആണ്. അതുപോലെ ബെൽജിയം മെയ്ഡാണ്, യൂറോപ്പ് മെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഓ ശരി. പിന്നെ നമ്മുടെ കാലാവസ്ഥക്ക് ഒരു യൂറോപ്യൻ പ്രൊഡക്റ്റ് നമ്മുടെ കാലാവസ്ഥയിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു നെഗറ്റീവ്സിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ ബ്ലാക്ക് കോട്ട് ഫാബ്രിക് സജസ്റ്റ് ചെയ്യുന്നത്. നെഗറ്റീവ്സ് എന്ന് പറയുന്ന സമയത്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് സ്പേസ് കുറേ ലാഭിക്കാം. മുറ്റത്ത് സ്പേസ് കുറവാണെങ്കിലും വളരെ കുറഞ്ഞ സ്ഥലത്ത് ഇത് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തത് വീടിന്റെ ഭംഗി ഒട്ടും തന്നെ ഇതെന്ത് ചെയ്യുന്നില്ല, തടസ്സപ്പെടുത്തുന്നില്ല. മൂന്നാമത്തത് ഭയങ്കര ഈസി കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ക്ലീൻ ചെയ്യണമെങ്കിലൊക്കെ ഈസിയാണ്. നമ്മളിപ്പോ ഡ്രസ് വർക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മുകളിൽ മാറാല പിടിക്കും, ചലന്തി വല പിടിക്കും. അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏണി വെച്ച് കയറണം. ഇതത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലെ? ഹെഡ് ക്ലിയറൻസ് കുറവാന്ന് തോന്നുന്നു അല്ലേ? വണ്ടിയുടെ ഹെഡിൽ നിന്ന് ക്ലിയറൻസ് വളരെ കുറവായിരിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മിനിമം സപ്പോർട്ടിങ്ങും പർലിങ്സും കാര്യങ്ങളൊക്കെയാണ് വരിക. കറക്റ്റ്. അതായത് പില്ലറുകൾ വരില്ല. അപ്പൊ മാക്സിമം സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഫുൾ ആയിട്ടുള്ള 100% സ്പേസ് ഉപയോഗിക്കാണ്. ഇതിന്റെ പില്ലർ വരുന്നത് അതിന്റെ 0ലാണ്, ബാക്ക് സൈഡിലെ 0ലാണ് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം കാന്റിലിവർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് കുറച്ച് ഡൗട്ടുകളായിട്ട് ഞാൻ ചോദിക്കട്ടെ. ആളുകൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളതാണ്, മഴ പെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് വെള്ളവും ഇതിനകത്തേക്ക് തന്നെ വരില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ എന്താണ് കമന്റ്സുകൾ കാണാറുണ്ട്. ശരിക്കും അതിന്റെ ഉത്തരം ഇത് ചെയ്ത കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ആണ്. നമ്മൾ പറയുന്നതല്ല അതിന്റെ ഉത്തരം. ഇപ്പൊ നിങ്ങൾ വന്ന സമയത്തോടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ നല്ല വെയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടും ഇതിന്റെ ഉള്ളിലോട്ട് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളിപ്പോ കാർ ഒരു തുള്ളി പോലും നനയാതെ കിട്ടണമെങ്കിൽ ശരിക്കും അതൊരു ഗാരേജിന്റെ ഉള്ളിൽ കൊണ്ട് ഷട്ടറൊക്കെ ഇട്ട് 4 ഭാഗവും മറച്ചിട്ടുള്ള ഒരു സംഭവത്തില് ഗാരേജിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ളൊരു ഓപ്ഷൻ. പക്ഷേ ഇതൊരു പ്രത്യേക ഫീലിങ്സിൽ ഒരു ഓപ്പൺ ആയിട്ട് കടന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരു കാർ നിർത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിങ്സും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ കോൺക്രീറ്റിൽ കാർ പോർച്ച് നിർമ്മിച്ചാലും ഇനിയിപ്പോ GI ഷീറ്റിൽ നിർമ്മിച്ചാലും ഇനി ഒരു ടാർപോളിയും വലിച്ചു കെട്ടിയാലും ഈ ഒരു ടെൻസൈൽ കാർ പോർച്ച് ചെയ്താലും ഇതെല്ലാം സെയിം ഡിസ്അഡ്വാൻറ്റേജസും സെയിം അഡ്വാൻറ്റേജസും ആണ് അല്ലേ? നമ്മുടെ കാലാവസ്ഥയിൽ നല്ലൊരു കാറ്റും മഴയുണ്ടെങ്കിൽ അതിന്റെ ചീറ്റൽ പല സ്ഥലത്തും പല രൂപത്തിലായിരിക്കും വാക്ക് ഉപയോഗിക്കുക. ഏതായിരുന്നാലും അത് ഉള്ളിലോട്ട് കയറാനുള്ള സാധ്യത. അത് കോൺക്രീറ്റ് കൊണ്ട് ചെയ്താലും ഇനിയിപ്പോൾ എന്ത് ഡ്രസ്സ് വർക്ക് ചെയ്താലും ഡ്രസ്ലെസ് ചെയ്താലും എല്ലാം അതൊരു ഓപ്പൺ കൺസെപ്റ്റ് ആണോടുകൂടി നല്ലൊരു കാറ്റോ മഴയും വരുമ്പോൾ കുറച്ച് വെള്ളം ഉള്ളിലോട്ട് കയറിയേക്കാം. അങ്ങനെയാണ്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് ഇതിന്റെ ഒരു സൈസ് അതിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതാണ്. ഒരു കാറിന്റെ സൈസ് നമുക്കറിയാം ഒരു 5 മീറ്ററിന്റെ അടുത്താണല്ലോ, ഒരു 4.74 തോന്നുന്നുണ്ട് ഒരു ലെങ്ത് വരുന്നത്, ഒരു 7 സീറ്റർ ഇന്നോവ ലെവൽ. ഏറ്റവും കുറഞ്ഞ സൈസ് എത്ര? 6 മീറ്ററിലാണ് നമ്മൾ ഇതിന്റെ ഇവിടെ ചെയ്തിരിക്കുന്നത്. 6x6 ആണ് ഇതിന്റെ ഒരു സൈസ് ആയിട്ട് വരുന്നത്. ഏറ്റവും കുറഞ്ഞ, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ കാർപോർട്ട് സൈസ് എത്ര? ഒരു കാർ നിർത്താനാണെങ്കിൽ 4 മീറ്റർ വിടുത്തും ഒരു 6 മീറ്റർ ലെങ്ത്തും കൊടുക്കും. 6x4 ഇവിടെ ചെയ്ത് 6x6. അത് എത്ര വരെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ കാന്റിലിവറിൽ ഒരു സിംഗിൾ പില്ലറിൽ 7 മീറ്റർ വരെ നമ്മൾ 7 മീറ്റർ വരെ കൊടുക്കാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ? ശരിക്കും ഈ സ്ട്രക്ചറിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ എന്തൊക്കെയാ? സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഇതാട്ടോ സാധനം, ഈ ഒരു പാർട്ടൊക്കെ ഇതിന്റെ താങ്ങി നിർത്തുന്ന ആ ഒരു ഡ്രസ് വർക്കിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുക. ശരിക്കും ഇത് ഡ്രസ് അല്ല, ഇതിന്റെ ഒരു സ്ട്രക്ചർ ഫ്രെയിമിംഗ് എന്നാണ് ഇതിന് പറയാം അല്ലേ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രൂപത്തിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇത് ടാറ്റയുടെ മൈൽഡ് MS ആണ്.
MS റൗണ്ട് പൈപ്പാണ് വരുന്നത്. ശരി, അതിന്റെ സൈസ് പറയുകയാണെങ്കിൽ ഈ പോസ്റ്റ് ആണ് മെയിൻ സംഭവം അല്ലേ? അതിന്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ പോസ്റ്റ് ആണ്. അതെ, 8 ഇഞ്ചിന്റെ പൈപ്പാണ് അത് ചെയ്തത്. 8 ഇഞ്ചാണ് വരുന്നത്. കൂടിയ 8 ഇഞ്ചിന്റെ പൈപ്പാണ് ചെയ്തത്. MS പൈപ്പാണ് യൂസ് ചെയ്തത്. ടാറ്റ ബ്രാൻഡിന്റെ 8 ഇഞ്ചാണ് വരുന്നത് അല്ലേ? അപ്പൊ ഇതിൽ വരുന്ന ബാക്കിയുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ 3 ഇഞ്ചാണ് പർലിങ്സ് വരുന്നത്. 3 ഇഞ്ച് പർലിങ്സ് വരും അല്ലേ? ഈ ഫാബ്രിക് പർലിങ്സിലേക്ക് ടൈറ്റ് ചെയ്യുക അല്ലേ? അപ്പൊ ഈ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ സ്റ്റീൽ പ്ലേറ്റുകളൊക്കെ കാണുന്നില്ലേ? അതൊക്കെ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ. തുരുമ്പെടുക്കൊന്നുമില്ല. നെറ്റ് ആൻഡ് ബോൾട്ട്സോ അതിനകത്ത് കൊടുത്തിരിക്കുന്ന നെറ്റും ബോൾട്ടൊക്കെയോ? അതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ ചെയ്യുന്നത്. ഏറ്റവും ഗ്രേഡ് കൂടിയ സംഭവമാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഈ ഫാബ്രിക് കീറി പോവോ? തേങ്ങയൊക്കെ വീഴാണെങ്കിലൊക്കെ ഫാബ്രിക് കീറി വീഴാനുള്ള ഒരു സാധ്യതയില്ല. കാരണം തേങ്ങയൊക്കെ വീഴാറുണ്ട്. സംഭവം നമ്മൾ തെങ്ങിന്റെ ചോട്ടിൽ ഇത് ചെയ്യാറില്ല. പക്ഷെ 1-2 തേങ്ങ വീണെന്ന് കേട്ടിട്ട് അതിൽ ഒന്നും സംഭവിക്കില്ല. ഇതിലിപ്പോ വാഷിങ്ങിന്റെ ആവശ്യമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ പർലിങ്സ് ഒന്നും ഇല്ലാത്ത ഭാഗത്തിലൂടെ പോലും നടക്കാൻ പറ്റും. നടന്നിട്ട് നമ്മളെ ലേബേഴ്സ് സ്ട്രെങ്ത് എടുക്കുന്ന ഒരു ഷീറ്റ് കൂടിയാണ് അല്ലേ? ഈ കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് 5-6 വർഷം കഴിയുന്ന സമയത്ത് ഈ ഫാബ്രിക് പൊടിഞ്ഞു പോകും? ഇല്ല, അങ്ങനത്തെ യാതൊരു പ്രോബ്ലംസും വരില്ല. വാറണ്ടി തരുന്നുണ്ടോ? 10 വർഷം വാറണ്ടി നമ്മൾ ഓൾറെഡി ഈ ഫാബ്രിക്കിന് കൊടുക്കുന്നുണ്ട്. ലീക്ക് വന്നു കഴിഞ്ഞാൽ വാറണ്ടിയിൽ കവർ ആവും? തീർച്ചയായിട്ടും കവറാണ്. അതേപോലെ ഈ ഷീറ്റ് പൊടിഞ്ഞു പോവോ, കുത്തിപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വാറണ്ടിയിൽ കവേർഡ് ആണ്. നമ്മളിവിടെ വെൽഡിങ്, ഹീറ്റ് വെൽഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ വെൽഡിങ്ങും അതിന്റെ വാറണ്ടിയിൽ കവേർഡ് ആണ്. ശരി, അപ്പൊ നമ്മൾ വീടൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ വീടിന്റെ ഏത് സ്റ്റേജിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം? എത്ര ദിവസം വേണം നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മളിത് ആദ്യം വർക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ സിവിൽ വർക്കാണ് ചെയ്യാറുള്ളത്. ആ സിവിൽ വർക്ക് കഴിഞ്ഞ ശേഷം അതിന്റെ ഒരു ക്യൂറിംഗ് പീരിയഡ്. സിവിൽ വർക്ക് എന്ന് വെച്ചാൽ ഈ ഒരു പോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ കോൺക്രീറ്റ് ഫിൽ ചെയ്യണം അല്ലേ? അത് ഏതാണ്ട് എത്ര ഡെപ്തിൽ കോൺക്രീറ്റ് ചെയ്യണം? 1 മീറ്ററോളം. നമ്മൾ ആ ഒരു സ്ഥലത്തിന്റെ ഒരു സൈസിനനുസരിച്ചിട്ട് അവിടെ കോൺക്രീറ്റ് ഫിൽ ചെയ്യണം. എന്നിട്ട് അതിന്റെ മുകളിൽ പ്ലേറ്റ് വെച്ച് അതിലേക്കാണ് ഈ ഒരു സാധനം ബോൾട്ട് ചെയ്യുന്നത് അല്ലേ? റൈറ്റ്. അപ്പൊ ആ ഒരു സിവിൽ വർക്ക് കഴിഞ്ഞ് ഈ ഫ്രെയിമിങ്ങും ഇതിന്റെ ഈ ഫാബ്രിക് ടൈറ്റ് ചെയ്യുന്നതൊക്കെ എത്ര സമയം എടുക്കും? സിവിൽ വർക്ക് കഴിഞ്ഞാൽ ക്യൂറിംഗ് പീരിയഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ വർക്ക് ചെയ്യും. അതിന് 2 ദിവസം എടുക്കുള്ളൂ. ശരി. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ ഫാബ്രിക്കിന്റെ അളവ് നമ്മൾ കറക്റ്റ് ആയിട്ട് അളവ് നോക്കിയതിന് ശേഷം അതിന്റെ CAD ഡ്രോയിങ് നമ്മൾ കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തിട്ട് നമുക്ക് ഇവിടേക്കുള്ള സെപ്പറേറ്റ് ഫാബ്രിക് വരികയാണ് ചെയ്യുക. അതായത് ഈ ഒരു സൈറ്റിലേക്ക് ആവശ്യമായ ഫാബ്രിക് കട്ട് ചെയ്ത് കറക്റ്റ് ആ ഒരു പോയിന്റിലൊക്കെ ബെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് കറക്റ്റ്. അത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഈ ജോയിന്റ് ചെയ്യുന്ന ഭാഗത്തൊക്കെ വരുന്ന ഈ ജോയിന്റുകളൊക്കെ കമ്പനിയാണ് ചെയ്യുന്നത്. ഹീറ്റ് വെൽഡിംഗ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്ത് വിടുകയാണ്. നമ്മൾ സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റാളേഷൻ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. സ്റ്റിക്കിങ്ങോ ഒട്ടിക്കലോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. വേറൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം ഇതിന്റെ മുകളിൽ എന്തെങ്കിലും വന്ന് നിൽക്കുകയോ ഇലകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊടികളൊക്കെ വന്ന് നിൽക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇത് അകത്തുനിന്ന് കാണുന്നൊരു പ്രശ്നമുണ്ടോ? അത് പിന്നെ നമ്മുടെ കാലാവസ്ഥ ആകുമ്പോൾ തീർച്ചയായിട്ടും മുകളിൽ എന്തെങ്കിലും പൊടി ഇല ഒക്കെ ലീഫൊക്കെ വീഴാനുള്ള സാധ്യത ഉണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ്. ബ്ലാക്ക് ഔട്ട് ആണ്. ട്രാൻസ്പെറൻസി തീരെ ഇല്ലാത്തതാണ്. അതായത് ഇവിടുന്ന് നോക്കിയാൽ മുകളിലേക്ക് ഒന്നും കാണില്ല. ഭയങ്കര കട്ടിയുള്ള ഫാബ്രിക് ആയിരിക്കും. ഒരു 800 GSM ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ്. മുകളിൽ എന്ത് വന്ന് വീണാലും അതായത് അടിയിലേക്ക് തീരെ ട്രാൻസ്പെറൻസി ഉണ്ടാവില്ല. സെമി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫാബ്രിക്കുകൾ മാർക്കറ്റിലുണ്ട്. പക്ഷെ നമ്മുടെ കാലാവസ്ഥക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സംഭവം ഇതാണ്. നമ്മുടെ ബ്ലാക്ക് ഔട്ട് ആണ്. കാലാവസ്ഥയും കൂടി അതൊന്ന് നോട്ട് ചെയ്യണേ. ഈ ഒരു ഫാബ്രിക് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇപ്പൊ ഇതിന്റെ മുകളിൽ ഇല വരുന്നുണ്ട്, മറ്റേ മരങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ ഇലകൾ പറന്ന് വന്ന് വീഴുന്നുണ്ട്, തൂവലുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു നേലിച്ച് കാണുന്നത് ആ ഒരു വൃത്തികേടായിരിക്കും അല്ലേ? ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഉൾഭാഗം എപ്പോഴും ആ ഫിനിഷിംഗിൽ അവിടെ കടന്നത്. ശരിക്കും ഇതിന് എന്ത് കോസ്റ്റ് വരും? ഇങ്ങനെ ഒരു കാർ പോർച്ച് അടിക്കണമെങ്കിൽ എങ്ങനെയാ കോസ്റ്റ് പറയാ? ഏരിയ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്രോക്സിമേറ്റ്ലി സ്ക്വയർ ഫീറ്റ് റേറ്റ് സ്ക്വയർ ഫീറ്റിനാ പറയാ? സ്ക്വയർ ഫീറ്റ് റേറ്റ് സ്ക്വയർ ഫീറ്റ് എത്ര പറഞ്ഞേ? 530 to 550 ആ ഒരു പെർ സ്ക്വയർ ഫീറ്റ് 530 to 550 വരും അല്ലേ? ഇപ്പൊ 6 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 6 36 m സ്ക്വയർ. അതിനെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റുമ്പോൾ ഒരു 360 സംതിങ് സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരും അല്ലേ? അപ്പൊ ആ രീതിയിലാണ് ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളും. അതിൽ 10 year വാറണ്ടി വരും. ഓക്കെ, യൂറോപ്യൻ മെയ്ഡ് ഫാബ്രിക് ആയിരിക്കും വരിക. ടാറ്റയുടെ തന്നെ സ്ട്രക്ചർ ഫ്രെയിമിംഗ് അല്ലേ വരിക? അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഇതൊരു പ്രീമിയം ലെവൽ പ്രൊഡക്റ്റ് ആണല്ലോ. ശരിക്കും നമ്മൾ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് കോസ്റ്റ് ഹൈ ആണ്. അപ്പൊ അതിലെ എല്ലാ മെറ്റീരിയൽസും നമ്മൾ ആ പ്രീമിയം ലെവൽ മെറ്റീരിയൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. തീർച്ചയായിട്ടും നമ്മൾ ക്വാളിറ്റി ഇപ്പോൾ ഒരുപാട് ആളുകൾ, അതായത് ഓൾമോസ്റ്റ് എല്ലാവരും ക്വാളിറ്റി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ നാട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ക്വാളിറ്റി വിട്ടിട്ടുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ലല്ലോ. നമ്മുടെ നിലനിൽപ്പിന്റെ കൂടി കാര്യമാണല്ലോ. ഓക്കെ, എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് ആളുകൾക്ക്, ഓർമ്മയില്ലാത്ത ആളുകൾക്ക് കമ്പനി എന്തൊക്കെയാണ് ചെയ്യുന്നത്, കമ്പനിയുടെ പേരെന്താണ്, സ്ഥലവും കാര്യങ്ങളും ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും. സ്റ്റാറ്റസ് റൂഫിംഗ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. പിന്നെ മഞ്ചേരിയാണ് ഓഫീസ് വരുന്നത്. അക്രോസ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രസന്റ്ലി.
ഏകദേശം 40ഓളം വർക്കുകൾ ഒരു മാസം 40 വർക്കുകൾ ചെയ്യുന്നുണ്ട്. ചെറിയ വർക്കുകൾ ഇത്തരത്തിലുള്ള കാർ പോർച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട് ഈ പ്രൊജക്ട് തോന്നുന്നില്ല, ഇതേ തരത്തിലുള്ള കാർ പോർച്ചുകൾ ആളുകൾ ചെയ്യുന്നുണ്ട്. ഒരു ട്രെൻഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ വർക്കുകൾക്ക് പുറമെ നമ്മൾ വലിയ ഓഡിറ്റോറിയംസ്, ഓപ്പൺ എയർ ഓഡിറ്റോറിയംസ്, AC പർപ്പസിനുള്ള ഓഡിറ്റോറിയംസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? മഞ്ചേരിയാണ്. ഓൾ കേരള നിങ്ങളുടെ സർവീസ് അവൈലബിൾ ആവില്ലേ? തീർച്ചയായും. അപ്പൊ ഇതാണ് നമ്മളെ ഹൗസ് ഓണർ മജീദ് ഖാ. എങ്ങനെയുണ്ട് കാർ പോർച്ച് ഒക്കെ പണിതിട്ട്? നിങ്ങൾ വിചാരിച്ച സൗകര്യങ്ങളൊക്കെ മുറ്റത്ത് കിട്ടുന്നുണ്ടോ? സൂപ്പറാണ്, കുഴപ്പങ്ങളൊന്നുമില്ല, ഉഷാറാണ്. നമ്മൾ വിചാരിച്ചതിലും സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാർ പോർച്ച് അവിടെ ഉണ്ടായിരുന്നു, എക്സ്ട്രാ ഒരു കാർ പോർച്ച് ഇവിടെ ആവശ്യം വന്നപ്പോഴാണ് ഇത് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോ ഒന്നും കുഴപ്പങ്ങളൊന്നും നമ്മളെ നാട്ടിൽ കാണാത്തൊരു ടൈപ്പ് കാർ പോർച്ച് ആണല്ലോ അത്. അപ്പൊ ഇത് വെക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ടൈപ്പ് കാർ പോർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഷബീറിനെ കണ്ടുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അതായത് ചെയ്ത ആളുകളെ കണ്ടു, അവൻ വീഡിയോ വിട്ടെന്ന് കണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ സ്ഥലങ്ങളൊന്നും പോകുന്നില്ല, അങ്ങനെയാണ് ഇതിന്റെ ഉദ്ദേശം ഉണ്ടായത്, ചെയ്യാന്ന് വിചാരിച്ചല്ലേ. ഉഷാറാണ്. നേരെ വീടിന്റെ മുറ്റത്ത് തന്നെയാണ്, റോഡ് അടുത്താണ് വരുന്നത്. പിന്നെ ഈ കാറ്റൊക്കെ പിടിക്കുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ ഇളകുവോ, അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടാവോ? അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പേടിച്ചിരുന്നു, ഒറ്റ തൂണായപ്പോ പേടിച്ചിരുന്നു ഇങ്ങനെ ഉണ്ടാവുമെന്നുള്ളത്. പക്ഷേ ഇപ്പൊ സൂപ്പറാണ്, കുഴപ്പമൊന്നുമില്ല, കൃത്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ശരിക്ക് അപ്പൊ ഓര് ചെയ്ത വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഹാപ്പിയാണ്. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പ്രൊഡക്റ്റിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ഒന്ന്, സ്ഥല സൗകര്യങ്ങൾ കുറവുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇത്. സ്ഥലത്ത് പില്ലറുകളോ കാര്യങ്ങളോ വന്നിട്ട് നിങ്ങളുടെ സ്ഥലം ഈ കാർ പോർച്ചിന് വേണ്ടി മാത്രം കൺസ്യൂം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാറില്ലാത്ത സമയത്ത് മുറ്റമായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തത്, നിങ്ങൾ കോൺക്രീറ്റ് കാർ പോർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയാണെങ്കിൽ മൊത്തം വീട് പണി നടക്കുമ്പോൾ ഫിനിഷിംഗ് കോസ്റ്റ് സ്ക്വയർ ഫീറ്റിനാണ് അവർ റേറ്റ് പറയുക. ഒരു സ്ക്വയർ ഫീറ്റിന് 2200 രൂപയാണ് ഇപ്പോൾ വീട് പണിക്ക് നിലവിലെ റേറ്റ് വരിക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കാർ പോർച്ച് 5 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും വരുന്നുണ്ടെങ്കിൽ അതിന് ഏതാണ്ട് ഒരു 250-260 സ്ക്വയർ ഫീറ്റ് ആ കാർ പോർച്ച് വരും. ഇപ്പോൾ ഈ 260 സ്ക്വയർ ഫീറ്റും അവർ 2200 രൂപ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ടൈലിടുന്നില്ല, അവിടെ നിങ്ങൾ വാള് കെട്ടിയിട്ട് അതിന് പുട്ടിയിടുകയോ പെയിൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അവിടെ വളരെ കുറഞ്ഞ കൺസ്ട്രക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, പക്ഷേ വലിയൊരു എമൗണ്ട് അതിലേക്ക് കയറും. അപ്പോൾ അതിന് പകരം നിങ്ങൾ കാർ പോർച്ച് കോൺക്രീറ്റിൽ ഉൾപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ ആ 250 സ്ക്വയർ ഫീറ്റ് 2200 വെച്ചിട്ട് നിങ്ങളുടെ ടോട്ടൽ ബഡ്ജറ്റിൽ നിന്ന് കുറയും. ആ ക്യാഷിന് നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ഒരു റെഡിമെയ്ഡ് കാർ പോർച്ച് പണിയാൻ സാധിക്കും. എന്നാൽ ഈ കാർ പോർച്ച് പണിയുന്ന സമയത്ത് നമുക്കൊരു ടാർപോളിൻ ഷീറ്റ് വിരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു GI ഡ്രസ് വർക്ക് ചെയ്തിട്ട് GI ഷീറ്റുകൾ ചെയ്യുന്നത് പോലെയോ ഈ കാർ പോർച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള സൂപ്പർവിഷനും എഞ്ചിനീയറിംഗ് ആവശ്യമുണ്ട്. കാരണം ഇതിൻ്റെ സപ്പോർട്ടൊക്കെ പോകുന്നത് ഒരു ലെഗിലേക്കാണ്. അപ്പോൾ ആ സൈറ്റ് വന്ന് നോക്കി ഇതിൻ്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്ത് ഇവിടുത്തെ വിൻഡ് ലോഡും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള കാർ പോർച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ GI കാർ പോർച്ച് ചെയ്യുന്ന കോസ്റ്റിന് ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് ഇവർ പറഞ്ഞിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് 530 രൂപ മുതൽ 550 രൂപ വരെയാണ് പെർ സ്ക്വയർ ഫീറ്റിന് ഇതിന് റേറ്റ് വരിക. അപ്പോൾ ആ ഒരു പ്രൈസ് ഏകദേശം സ്റ്റാൻഡേർഡ് പ്രൈസിംഗ് ആണ് കാർ പോർച്ചിനെ സംബന്ധിച്ചിടത്തോളം. കാർ പോർച്ചിനെ സംബന്ധിക്കുന്ന ഒരു കാർ പോർച്ച് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ വീട് ഒരുപാട് പൈസ മുടക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്ന വീടിൻ്റെ ഭംഗിയെ ഒട്ടും തന്നെ ഡിസ്റ്റർബ് ചെയ്യാത്ത ഇതേപോലത്തെ കാർ പോർച്ചുകൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. അപ്പം നിങ്ങൾ കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പം വേറെ കമ്പനീസിൽ നിന്നൊക്കെ കൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടും ഈ പ്രൊഡക്റ്റുകളുടെയൊക്കെ സ്പെസിഫിക്കേഷൻസ് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. കാരണം ഈ ഫാബ്രിക് ഇന്ത്യൻ മെയ്ഡ് ഉണ്ട്, ചൈനീസ് മെയ്ഡ് ഉണ്ട്, ഇവർ ഉപയോഗിക്കുന്നത് പോലെ യൂറോപ്യൻ മെയ്ഡ് ഉണ്ട്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം നിങ്ങൾ യൂറോപ്യൻ മെയ്ഡ് ഫാബ്രിക് മാത്രമേ യൂസ് ചെയ്യാവൂ. മറ്റത് ഈ ഫ്രെയിമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ MS പൈപ്പുകൾ ടാറ്റ പോലത്തെ റിലയബിൾ ആയിട്ടുള്ള കമ്പനീസിൽ നിന്ന് മാത്രമേ നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവൂ. കൃത്യമായിട്ടുള്ളൊരു സൂപ്പർവിഷനുള്ള കമ്പനീസിനെ മാത്രമേ നിങ്ങൾ ഈ കാർ പോർച്ച് ഏൽപ്പിക്കാവൂ. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്പർ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു കാർ പോർച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.